അപ്പൊ സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമായതുകൊണ്ട് ആരോടും സഹായം ചോദിച്ചൂടാന്ന് വിചാരിക്കരുത്, അത് തെറ്റാണ്. സഹായത്തിന് അല്ലാഹു നിമിത്തമായി നിശ്ചയിച്ചവരോടൊക്കെ സഹായം ചോദിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴയില്ലാതെയായി. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് വന്നു. നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഴയില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ്, തങ്ങൾ മഴ വാങ്ങിത്തരണേ. മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ആ മഴ അല്ലാഹ് കൊടുക്കാൻ വേണ്ടി ഹബീബ് നബി തങ്ങൾ ഒരു റെക്കമെൻഡ് ചെയ്യണം. ഹബീബ് നബി തങ്ങൾ ഒന്ന് ഇടപെടണം. അതിനുവേണ്ടി ഖബറിങ്കൽ വന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പിന്നീട് ഹബീബ് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. അല്ലാഹുവിന്റെ റസൂല് അടുത്ത് മഴ പെയ്യുമെന്ന വിവരം അറിയിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോയി കണ്ട് വിവരം പറയാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സമീപത്ത് വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെന്ന്, ഞാൻ ഖബറിങ്കൽ പോയി നബി തങ്ങളോട് വെള്ളം കിട്ടാൻ വേണ്ടി നബി തങ്ങളോട് സഹായം തേടി എന്ന വിവരം പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അതിന് കട്ട സപ്പോർട്ട് നൽകുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാം, പടച്ചവൻ മഴ തരാൻ ചില നിമിത്തങ്ങളുണ്ട്. ആ നിമിത്തങ്ങളിൽ പെട്ടതാണ് തവസ്സുലും ഇസ്തിഗാസയും. തവസ്സുല് എന്ന് പറഞ്ഞാൽ എന്താണ്? തവസ്സുല് എന്ന് പറഞ്ഞാൽ പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്നിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, ഒരാൾ കഅബയെ മുൻനിർത്തിയിട്ട് പടച്ചവനോട് മക്കയിൽ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലെ കേരളത്തിൽ നിന്ന് ദുആ ചെയ്യുന്നു, കഅബയുടെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാ, കഅബയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ ദോഷം പൊറുക്കണേ അല്ലാ, കഅബയുടെ മഹത്വം കണക്കിലെടുത്ത് എന്നെ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ കഅബയെ മുൻനിർത്തി പറയുന്നു. ഇതാണ് തവസ്സുല്. ഇതേ സംഗതി തന്നെ കഅബയേക്കാൾ ബഹുമാനമുള്ള വ്യക്തിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം കഅബ ശരീഫിനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം ഒന്നിനുമില്ല. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് പറയുന്നു. അതാണ് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചു കൊടുത്തൊരു ഹദീസിൽ കാണാം. കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ നന്നായി വദുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയുന്നു അല്ലാ, ചോദിക്കുന്നു അല്ലാ. നബിയെ മുൻനിർത്തി ഇടയാടനാക്കി ചോദിക്കാൻ റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന സഹീഹായ ഹദീസ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തിരുമദി റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറയുന്നു. അതേ കഅബയെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചാൽ അത് കഅബയെ ആരാധിക്കലല്ല, ശിർക്കല്ല. അതുപോലെ റസൂലുള്ളാഹിന്റെ ഹബീബിനെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചാൽ അതും ശിർക്കല്ല, കറാഹത്തല്ല, മറിച്ച് പുണ്യകർമ്മമാണ്, കിട്ടാൻ കൂടുതൽ കാരണമാണ്, നിമിത്തമാണ്. ഇനിയോ രണ്ടാമത് നബിതങ്ങൾ തന്നെ അതിന്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുന്നതിന്റെ പുറമെ എന്നോട് നിങ്ങൾ ഒന്ന് തേടുകയും വേണം. എങ്ങനെയാ തേടുന്നത്? യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങേ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയേ, ലിതഖ്ദിയലി, തങ്ങളൊന്ന് ഇടപെടാനാണ്, എന്റെ ആവശ്യം നിർവഹിച്ചു തരാനാണ്. ഔലി തുഖ്ദാലി, 2 നിലക്കും അവിടെ ഹദീസിലുണ്ട്. അല്ല, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാനാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ, അല്ലാഹ് ഞാൻ നബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ വിഷയത്തിൽ ഇടപെടാൻ, നിന്നോട് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നബി തങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോ ഫശഫിഹു ഫിയാ, എന്റെ വിഷയത്തിൽ റെക്കമെൻഡ് സ്വീകരിക്കണേ അല്ലാഹ്.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്, സഹിഹായ ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിക്കലും റസൂലുള്ളാഹിനോട് തന്നെ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടലും ഇത് രണ്ടും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്, സഹിഹായ ഹദീസിൽ വന്നതാണ്. അതറിയുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് തന്നെയാണ് സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് മഴയില്ലാത്ത സമയത്ത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, പടച്ചവനോട് ദുആ ചെയ്യുന്നു. ആ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിക ഫതസ്ഖിനാ വഇന്നാ നതവസ്സലു ബിഅമ്മി നബിയിനാ. അല്ലാഹുവേ, ഞങ്ങൾ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കുമ്പോൾ നീ തരാറുണ്ട്. ഇപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ എളാപ്പയെ അല്ലെങ്കിൽ മൂത്താപ്പയെ പിതൃ സഹോദരനെ ഞാൻ ഇടയാളനാക്കി ചോദിക്കുന്നു. പടച്ചവനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ എളാപ്പനെ ഇടയാളനാക്കി, അതാ മധ്യവർത്തിയാക്കി ചോദിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫസ്ഖിന, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദുആ, അല്ലാഹു മഴ കൊടുക്കുന്നു. അപ്പോൾ കഅബയെ മുൻനിർത്തി ചോദിക്കുന്നത് പോലെ മഹാന്മാരെ മുൻനിർത്തിയും അല്ലാഹുവിനോട് ചോദിക്കാമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പഠിപ്പിച്ച ആളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്ക പോയിട്ടാ പറയുന്നത്, മഴയില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ് പോയി റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മത്തിന് മഴ വാങ്ങി തരണേ. ഇത് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കട്ട സപ്പോർട്ട്, പൂർണ്ണമായി അംഗീകാരം നൽകുന്നു. കാരണം അത് അല്ലാഹുവിൽ നിന്ന് കിട്ടാനുള്ള നിമിത്തമാണ്. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്ന് കിട്ടാനുള്ള നിമിത്തമാണ് നബിതങ്ങളോട് തേടലും നബിതങ്ങളെ മുൻനിർത്തി തേടലും. ഇതിനാണ് തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിനാൽ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളായി അബൂജഹലായി പോയി എന്ന് വാദിച്ചാൽ അവൻ ആഖിറത്തിൽ വെച്ച് എന്താ ചെയ്യാ? പടച്ചവന്റെ അടുക്ക കുടുംബം എന്താ ചെയ്യാ? ഇത് ചെയ്യുന്നതിനാൽ മുസ്ലിമീങ്ങളൊക്കെ അബൂജഹലായി പോയി എന്ന് പറഞ്ഞാൽ അബൂജഹൽ വാസ്തവത്തിൽ ചെയ്തത് എന്താ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. അബൂജഹലും കക്ഷികളും ചെയ്തത് എന്താണ്? അല്ലാഹുവിനെ കൂടാതെ അവർ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു, ആരാധ്യരുണ്ടെന്ന് വിശ്വസിച്ചു. എന്നിട്ട് ആ ദൈവങ്ങൾ സഹായിക്കുമെന്ന നിലക്ക് അവകളോട് സഹായം തേടി. ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കൂല. അല്ലാഹു മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. ഒരിക്കലും തന്നെ അല്ലാഹയല്ലാത്ത ഒരു ദൈവമുണ്ടെന്ന് ഒരു മുസ്ലിമും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കൂല. സുന്നികള് പ്രത്യേകിച്ചും 70,000 തവണ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്ക് അർഹനില്ല. നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിക്റും ചൊല്ലും. 10 പ്രാവശ്യം ഉറക്കെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്ക് അർഹനില്ല. രാവിലെ സുബ്ഹിന്റെ ശേഷം 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് എത്രയോ തവണ ദിവസേന പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. അങ്ങനെയുള്ള ഒരു മുസ്ലിം അല്ലാഹു എനിക്ക് തരാൻ കാരണമാണ്, നിമിത്തമാണെന്ന നിലക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ, സപ്പോർട്ട് ചെയ്തതുപോലെ, സഹാബത്ത് ചെയ്തതുപോലെ വഫാത്തിന് മുമ്പും ശേഷവും റസൂലുള്ളാഹിക്ക് ഒരു കുറവുമില്ലല്ലോ. ചിലർ വിചാരിച്ച് ജീവിതകാലത്ത് പറ്റൂ, വഫാത്തിന്റെ ശേഷം പറ്റൂല. ഇന്നാലില്ലാഹ്, വലിയ അബദ്ധായി പോയി. ഹുർമത്തുഹു മയ്യിത്തൻ കഹുർമതിഹി ഹയ്യാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗവർണറോട് പറഞ്ഞില്ലേ, വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മഹത്വത്തിന് ഒരു കുറവുമില്ല ഗവർണറെ, മുമ്പുള്ളതുപോലെ തന്നെയാണ്. ഖുർആൻ പറഞ്ഞതല്ലേ, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിലുള്ളതിനേക്കാൾ ഖൈറാണ് നബിയെ ആഖിറം. അപ്പോ അതാ വഫാത്തിന് ശേഷം പവർ കൂടുകയാണ്. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിച്ചാൽ, റസൂലുള്ളാഹിനെ വിളിച്ചു തേടിയാൽ, അതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വാദിക്കുന്ന കക്ഷി ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഒരു ചങ്ങാതി ഇബ്നുൽ മുൽജിം എന്നാണ് പേര്. ആ ഇബ്നുൽ മുൽജിം എന്ത് ചെയ്തു എന്നറിയോ?
അവനൊരു വാള് കൊണ്ട് ഒരൊറ്റ വെട്ട് കൊടുത്തു അലി ഇബ്നു അബീ താലിബിന്റെ തലക്ക്. അലി റളിയല്ലാഹു അൻഹു അവിടെ മരണപ്പെട്ടു പോയി. ആ അലി ഇബ്നു അബീ താലിബിനെ കൊന്ന കക്ഷിയുടെ പേരാണ് ഖവാരിജ്. അവരെ വാദമാണ് സുന്നികളൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കീകളാണെന്ന വാദം. സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ് അലി ഇബ്നു അബീ താലിബ് തങ്ങള്. അങ്ങനെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളായ സുന്നികൾ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് വാദിച്ചവർ അലി ഇബ്നു അബീ താലിബിനെ കൊന്ന ഖവാരിജുകളാണ്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഖവാരിജ് എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനിൽ അബൂജഹലിനെ പറ്റി ഇറങ്ങിയ ആയത്തൊക്കെ കൊണ്ടുപോയിട്ട് അലി ഇബ്നു അബീ താലിബിന്റെ പേരിൽ വെച്ച് കെട്ടി. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നുണ്ട്, ഇന്നലെ ഖൂയില ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാരി അല്ലെങ്കിൽ നസലത്തിൽ ഫിൽ മുശ്രികീന ഫഹമലൂഹാ അലൽ മുഅ്മിനീൻ ഫഹമലൂഹാ അലൽ മുസ്ലിമീൻ. അബൂജഹലാദികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തൊക്കെ കൊണ്ടുപോയി ശിർക്കിന്റെ ചാപ്പ കുത്തി. സഹാബത്ത് ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് വാദിച്ചു. അവരുടെ അനുയായികളാണ്, അവരെ പിൻഗാമികളാണ്. ഇപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശിർക്ക് ചെയ്തു എന്ന് പറയുന്ന കക്ഷികളെന്നും അന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് റബ്ബ് കൊടുത്തത് നിഷേധിച്ചാൽ ഖുർആൻ തള്ളേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ദോഷം പൊറുക്കുന്നവനാരാണ്? അല്ലാഹ്. അല്ല ദോഷം പൊറുക്കാൻ വേണ്ടി ഇടപെടുക, അതിനാണ് റെക്കമെൻഡ് എന്ന് പറയാം. ഇടപെടുക. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വലിയ തെറ്റിയത് യൂസുഫ് നബിനെ കൊണ്ട് പൊട്ടക്കണ്ടിലെറിഞ്ഞു. വേറെ എന്തെല്ലാം തെറ്റാ ചെയ്തത്? അവസാനം തൗബ ചെയ്യുമ്പോ മക്കള് പറയാണ്, ബാപ്പ യാക്കൂബ് നബിയോട് പറയാൻ, യാ അബാനസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ പിതാവേ ഞങ്ങളെ ദോഷം പൊറുക്കാൻ അവിടുന്ന് ഇടപെടണേ, അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഇപ്പൊ യാക്കൂബ് നബി എന്താ പറഞ്ഞേ? ഇപ്പൊ ഉണ്ട് ചിലര് അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണ്ട, പുതിയ മുദ്രാവാക്യം, മധ്യവർത്തി വേണ്ട. ഇപ്പൊ യാക്കൂബ് നബി എന്താ പറഞ്ഞേ? നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പഠിച്ചോളൂ, ഡയറക്റ്റ് പറഞ്ഞോളി, മധ്യവർത്തി ഒന്നും വേണ്ടാന്നാ പറഞ്ഞേ. അല്ല, ഖുർആനിൽ എന്താ ഉള്ളത്? യാക്കൂബ് നബിയുടെ മറുപടി, സൗഫ അസ്തഗ്ഫിർ ലക്കും റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് റെക്കമെൻഡ് ചെയ്യും. പാതിരക്ക് റെക്കമെൻഡ് ചെയ്യും, അല്ലെ വെള്ളിയാഴ്ച രാവും ഞാൻ നല്ല സമയം നോക്കി നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. സുഹൃത്തുക്കളെ, അപ്പൊ റെക്കമെൻഡ് ഇല്ല എന്ന് പറയരുത്. ഖുർആനിൽ അല്ലാഹ് എന്ത് പഠിപ്പിച്ചു? അല്ലാഹ് പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളെയും ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. റെക്കമെൻഡ് ചെയ്യണമെന്ന് അല്ലാഹ് പറയുന്ന നബിയോട്. അത് വേണ്ടാന്ന് പറയാൻ ഇവിടെ ആർക്കാ അധികാരം? അള്ളാന്റെ തീരുമാനം ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടോ? ഇനി ഖുർആൻ നിങ്ങൾ മറിച്ച് നോക്കൂ. അല്ലാഹ് പറയാണ്, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്തവർ നബിയുടെ സമീപത്ത് വരട്ടെ. എല്ലാ തെറ്റും പുറത്തിട്ടോണോ വെച്ച് കഅബത്തിന്റെ അടുത്ത് പോവാണ് ഹജ്ജിന് പോകുന്നത്. അതുപോലെ തെറ്റ് ചെയ്തവർ ജാഊക, നബിയെ തങ്ങളെ സമീപത്ത് വരട്ടെ. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെ സമീപത്ത് നിന്ന്, തങ്ങളുടെ സന്നിധിയിൽ നിന്ന് അവരല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. പോരാ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, വസലൂ അയ്യസ്തഗ്ഫിറ ലഹും, നബിയോട് അവരാവശ്യപ്പെടട്ടെ, അയ്യസ്തഗ്ഫിറ ലഹും, അവരെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചവരോട് റെക്കമെൻഡ് ചെയ്യാൻ നബിയോട് അവർ ആവശ്യപ്പെടട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ. അങ്ങനെയുണ്ടായാൽ വജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചവൻ അവർക്ക് ദോഷം പുറത്തു കൊടുക്കുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം, നബിയോട് റെക്കമെൻഡ് തേടണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആനിൽ 2 സൂറത്തുണ്ട്. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്. മറ്റൊന്ന് മുനാഫിഖീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്തുൽ മുനാഫിഖൂൻ.
ആ മുനാഫിക്കീങ്ങളെ ലക്ഷണം പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും. പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാവും, സക്കാത്ത് കൊടുക്കും, അതൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല, റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള കപട വിശ്വാസികളെ കുറിച്ച് അല്ലാഹ് പറയാണ്, അവരോട് പറയപ്പെട്ടാൽ തആലൂ വരിൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. അതിന് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറയാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലൗറൂസഹും, അവര് തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവര് തിരിഞ്ഞു പോകുന്നവരായി നിങ്ങൾക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടാൻ മുനാഫിക്കീങ്ങൾ തുനിയൂല നബിയേ, അതിന് തയ്യാറാവൂല നബിയേ. സവാഉൻ അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അവർക്ക് ഈമാനില്ല, റസൂലുള്ളാഹിന്റെ സ്ഥാനം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും സ്വീകരിക്കൂല. അവര് തങ്ങളോട് പറയാത്ത കാലത്തോളം തങ്ങൾ സ്വന്തം വകയിൽ പറഞ്ഞാലും സ്വീകരിക്കൂല, അവരെ ദോഷം പൊറുക്കൂല. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ റസൂലുള്ള വേണ്ടാന്നല്ല, മധ്യവർത്തി വേണ്ടാന്നല്ല, മധ്യവർത്തി വേണമെന്നാണ്, മധ്യവർത്തിയുമായി ബന്ധപ്പെടണമെന്നാണ്, റസൂലുള്ള റെക്കമെൻഡ് ചെയ്യണമെന്നാണ്, നബി തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്നാണ്. ആവശ്യപ്പെടാൻ തയ്യാറല്ലെങ്കിൽ അവൻ മുഅ്മിനല്ലെന്നാണ്. ഇതൊക്കെ ഖുർആനിലെ ആയത്താണ് മുസ്ലിമീങ്ങളെ. ഈ ആയത്തൊക്കെ ഖുർആനിലുണ്ടായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അബൂജഹലിനെ സംബന്ധിച്ച് അതാ അല്ലാഹയല്ലാത്ത ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവമാണെന്ന നിലക്ക് സഹായം തേടിയ പല കാര്യങ്ങളും എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങൾ മുശ്രിക്കാണെന്ന് വാദിക്കുന്ന ഖവാരിജിന്റെ വാദത്തിൽപ്പെട്ട് ആരും ഈമാൻ കളയരുതേ. ആരും മരിക്കുമ്പോൾ ഈമാനില്ലാതെ മരിച്ചു പോകരുതേ. ഖുർആൻ വിശ്വസിക്കണം, അംഗീകരിക്കണം. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ സദറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹ് ഖുർആനിൽ പറയുന്നു, നബിയേ തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂൻ, അവര് മുഅ്മിനീങ്ങളാകൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു തർക്കം വന്നാൽ ആ തർക്കത്തിൽ തങ്ങളെ തീരുമാനം അംഗീകരിക്കാതെ മുഅ്മിനാകൂല. ثم لا يجدوا في أنفسهم حرجا مما قضيت, തങ്ങളെടുത്ത തീരുമാനം അംഗീകരിക്കുമ്പോ മനസ്സിനൊരു വല്ലായ്മ പറ്റൂല. ശരിക്കും മനസ്സാവാചാ കർമ്മണ അംഗീകരിക്കാതെ മുസ്ലിം ആകൂല, മുഅ്മിനാകൂല. വയുസല്ലിമു തസ്ലീമാ, പൂർണ്ണമായി അവിടുന്ന് എടുത്ത തീരുമാനം അംഗീകരിച്ചു തരണം. അത് അംഗീകരിക്കാതെ മുഅ്മിനാവില്ല. അപ്പൊ അള്ളാഹുവും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതാണ് റസൂലുള്ളാന്റെ റെക്കമെൻഡ് വേണം. ആ റെക്കമെൻഡ് വേണ്ട, മധ്യവർത്തി വേണ്ട എന്നൊരുത്തൻ തീരുമാനിച്ചാൽ അവൻ ഖുർആൻ വിശ്വസിക്കാത്തവനായി, അവൻ ഹദീസ് അംഗീകരിക്കാത്തവനായി. സുഹൃത്തുക്കളെ, നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹ് മാത്രമാണ്. അതിനുള്ള നിമിത്തമാണ്. ഏതുപോലെ മരുന്ന് നിമിത്തമാണ്, രോഗം മാറ്റുന്നവനാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ആസ്പത്രിയിൽ പോണ്ടാന്ന് പറയൂല. എനിക്ക് 7 മക്കളുണ്ട്, 7ഉം പ്രസവിച്ച് ആസ്പത്രിയിൽ പോണ്ടാന്ന് സുന്നികൾ പറയൂല. കാരണം അതൊരു നിമിത്താണ്. മരുന്ന് കുടിക്കണ്ടെന്ന് പറയൂല. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞ മരുന്ന് കുടിക്കണ്ടെന്നല്ല, റസൂൽ പറഞ്ഞ പോലെ ജീവിക്കുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇതുപോലെ ഖുർആൻ പറഞ്ഞതാണ്, ഖുർആന്റെ ശിഫണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വസിക്കുന്നവർക്ക് ഖുർആനിന്റെ ശിഫയുണ്ട്.
അതുകൊണ്ട് ഖുർആൻ ഓതി മന്ത്രിച്ചു സഹാബികൾ, വിഷം ഇറങ്ങിപ്പോയി. ബുഖാരിയിലെ ഹദീസ. അപ്പൊ ഖുർആനിൽ ശമനമുണ്ട്. ഖുർആൻ പഠിപ്പിച്ച അത് അംഗീകരിക്കണം. അങ്ങനെ ഖുർആൻ ഓതി മന്ത്രിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ ഖുർആൻ അംഗീകരിക്കുന്നവനല്ല, അവൻ ഹദീസ് അംഗീകരിക്കുന്ന യുക്തിവാദിയാണ്. അവൻ ഖുർആൻ അംഗീകരിക്കുന്നവനാവില്ല. പക്ഷേ രോഗം മാറ്റുന്നവൻ ആരാണ്? അല്ലാഹുവാൻ. അതിന് കാരണമാണ് മന്ത്രം, കാരണമാണ് മരുന്ന്, കാരണമാണ് നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷം പൊറുക്കുന്നവൻ അല്ലാഹുവാണ്. അതിന് കാരണമാണ് നബി തങ്ങളോട് പറയുക എന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര നിമിത്തങ്ങളാ വെച്ചത്. ആ നിമിത്തങ്ങളെ നിഷേധിക്കാൻ പാടില്ല. ആ നിമിത്തങ്ങളെ നിഷേധിച്ചാൽ അവൻ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു കൂട്ടർ വരും, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. എറിയപ്പെട്ട ജീവിയെ തുളച്ചു കയറി അമ്പ് പുറത്തു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു ചാടിപ്പോകും. പക്ഷേ അവരെ പറ്റി റസൂൽ ആദ്യം തന്നെ പറഞ്ഞു, അവർ യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ. അവർ ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കും. പക്ഷെ അവർ ഈമാനില്ലാതെ തെറിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുൻഗാമികളായ ഇമാമി 4 മദ്ഹബിന്റെ കിതാബ് എടുത്തു നോക്കുന്നത്, എല്ലാ കിതാബിലുണ്ട് റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കണം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം എന്ന് 4 മദ്ഹബിലെ കിതാബിലുണ്ട്. ഹനഫി മദ്ഹബിലുണ്ട്, ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമയുടെ അതേ മുഗ്നിയിലുണ്ട്, ശാഫി മദ്ഹബിലെ ഇലാഹിലുണ്ട്, ശർഹുൽ മുഹദ്ദബിലുണ്ട്. എല്ലാ കിതാബിലും പറയുന്നു റസൂലുള്ളാഹിനെ ഇടയാളനാക്കണം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. എന്തിനധികം പറയണം? ലോക ഹദീസ് പണ്ഡിതനും ലോക കർമ്മശാസ്ത്ര പണ്ഡിതനും എല്ലാ വിധത്തിലും വലിയ ഉയർന്ന സ്ഥാനമുള്ള ഇമാം നബവി റളിയല്ലാഹു അൻഹു ബുഖാരിക്ക് ശറഹ് എഴുതുന്നു. ശറഹിന്റെ തുടക്കം തന്നെ എങ്ങനെ അറിയോ? മുസ്തശ്ഫിഅൻ ബി റസൂലില്ലാഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാൻ എഴുതുന്നു. അതാ ഇമാമിങ്ങൾ. മാലിക് ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദാ, ബുഖാരി ബിൻ ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാ. മഹാനവറുകൾ ഗവർണർ അബൂ ജഅഫറിനോട് പറയുന്നു, നബിതങ്ങളെ ഖബറിലേക്ക് തിരിഞ്ഞു നിന്നോ, എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്തിന് തേടിക്കോ. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. ലോകത്തുള്ള എല്ലാ ഇമാമിയും തവസ്സുല് വേണം, ഇസ്തിഗാഥ വേണം എന്നാ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുററുൽ കാമിനയിൽ പറഞ്ഞു, റസൂലുള്ളാഹിനെ വിളിച്ച് തേടിക്കൂടാ എന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞു അവർക്ക് ഈമാനില്ല. വമിൻഹും മൻ യൻസിബുഹു ഇല സന്ദഖ. എന്തുകൊണ്ട്? ലിഖൗലിഹി ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഗാഥു ബിഹി. റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരെ സംബന്ധിച്ച് എന്നിട്ട് പറഞ്ഞു, എന്താ കാരണം? അതിൽ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിനെ തടയലാണ്, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തലാണിത്. റസൂലുള്ളാഹിനോട് തേടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തലാണ്. ഏതുപോലെ കഅബത്തിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, കഅബത്തിനെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, കഅബ തവാഫ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈമാനുള്ള പറയും. അതിനേക്കാളൊക്കെ ബഹുമാനമുള്ളതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ അത് പുത്തൻവാദിക്ക് പറയാൻ കഴിയൂല. കാരണം 2010 ജൂലൈയിലെ അൽമറാനിൽ എന്താ എഴുതി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അൽമനാറുള്ള വാചകം. ഇപ്പൊ റസൂലുള്ള പിഴച്ച ആളാണ് എന്ന് വിശ്വസിച്ചു മുജാഹിദ്. അതാരാ വാദ? അത് ഞാൻ നേരത്തെ പറഞ്ഞ റാഫിളത്തിന്റെ വാദ. അവര് പറഞ്ഞതാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമി എന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട്. റാഫിളത്തിന്റെ വാദാണ്, സിദ്ദീഖുൽ അക്ബർ പേച്ചു എന്ന കക്ഷികളുടെ വാദാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം. അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി. അതിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം അവരുടെ പ്രസിദ്ധീകരണം, IPH പ്രസിദ്ധീകരണം 28ാമത്തെ പേജിൽ പറഞ്ഞു, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. മൂസാ നബിനെ പറ്റി കേട്ടാ തോന്നും മൂസാ നബി ഒരു വലിയ കൊലയാളി. അള്ളാഹുവിന്റെ അടുക്കൽ ഈമാനോട് മരിച്ച് സ്വർഗത്തിൽ കടക്കണോ? സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കണം. ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതന്മാരെ ബാധ്യതയാണ്.
ആ ബാധ്യത നിർവഹിക്കാനാണ് ഈ പരിപാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹഖിനെ ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആഖിബത്ത് നന്നാക്കി അല്ലാഹു നമുക്ക് മരണം നൽകുമാറാകട്ടെ.